മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് LSS 2025 വേണ്ടിയിട്ടുള്ള പാർട്ട് 2 വീഡിയോ. ശ്രദ്ധിച്ചേ, എന്താ ക്വസ്റ്റ്യൻ നോക്കാം. സമചതുരാകൃതിയായ ഒരു ടൈലിന്റെ ഒരു വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ്. ടൈലിന്റെ ചുറ്റളവ് എത്രയാണ്? എന്താ ക്വസ്റ്റ്യൻ? ഒന്നും കൂടെ വായിക്കാം. സമചതുരാകൃതിയായ ഒരു ടൈലിന്റെ ഒരു വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ്. ടൈലിന്റെ ചുറ്റളവ് എത്രയാണ്? അല്ലെ, ടൈൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏകദേശം ആൾക്കാരെ വീട്ടിലുണ്ടാവും, ടൈലായിട്ടുണ്ടാവും അല്ലെ. അതിന്റെ ആകൃതി എങ്ങനെയെന്ന് നോക്കാം. നോക്കി, എന്താ ആകൃതിയാണ് തന്നിട്ടുള്ളത്? സമചതുരം അല്ലെ. എന്താ സമചതുരത്തിന്റെ പ്രത്യേകത? സമചതുരത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലെ. ഇതൊരു വശം, ഇതൊരു വശം, ഇതൊരു വശം, ഇതൊരു വശം അല്ലെ. 4 വശങ്ങളും തുല്യമായ ആകൃതിയെ നമ്മൾ എന്ത് പറയും? സമചതുരം എന്ന് പറയും. അപ്പൊ ഈ ചതുരം എന്താ? ഓക്കെ, ഇതൊരു ചതുരം കണ്ടോ, ഇത് ഒരു ചതുരം. ഓക്കെ, ഈ ചതുരത്തിന് എതിർവശങ്ങൾ തുല്യമാണ് കണ്ടോ, എതിർവശങ്ങൾ തുല്യമാണ്, എതിർവശങ്ങൾ തുല്യമാണ്. അതുപോലെ തന്നെ ഈ സൈഡിന് ഈ സൈഡ് തുല്യമാണ് അല്ലേ. ഈ വശത്തിന് ഈ വശം തുല്യമാണ്, അതുപോലെ തന്നെ ഈ വശത്തിന് ഈ വശം തുല്യമാണ്. പക്ഷെ ഇതെങ്ങനെയാ? ഇതിന്റെ എല്ലാ സൈഡും തന്നെയാണ് തുല്യമാണ്. എത്ര നിങ്ങളെന്നാ പറഞ്ഞത്? 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ. സമചതുരാകൃതിയായ ഒരു ടൈല്, ഇതെന്താണ്? ടൈല്. ഈ ടൈലിന്റെ നീളം എത്ര തന്നിട്ടുണ്ട്? 30 സെന്റിമീറ്റർ അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ടൈലിന്റെ നീളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഇതിലത്തെ ക്വസ്റ്റ്യൻ എന്ന് ടൈലിന്റെ ചുറ്റളവ് എത്രയാണ്? എങ്ങനെയാ ചുറ്റളവ് കണ്ടുപിടിക്കുക? ഈ സമചതുരത്തിന്റെ എന്ത് ചെയ്യണം? 4 വശങ്ങളും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. എത്ര വശങ്ങൾ നോക്കിയേ? 1 2 3 4. മനസ്സിലായേ? ഇനിയിപ്പോ ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാലോ, ചതുരം എന്ന് പറഞ്ഞാല് 2 സൈഡ് തുല്യമായ ആകൃതിയിലെ നമ്മൾ എന്താ പറയുക? ചതുരം എന്ന് പറയില്ല. അപ്പൊ ഇതിന്റെ 4 സൈഡും കൂട്ടുക കണ്ടോ. 1 2 3 4. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാ ചെയ്യാ? നോക്ക്, എന്ത് ചെയ്യണം? വശം കൂട്ടണം, വശം കൂട്ടണം, വശം കൂട്ടണം, വശം അല്ലേ. ഇങ്ങനെയല്ലേ 4 സൈഡ്. എത്ര ഇതിന്റെ നമുക്കറിയാം? ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ 30 സെന്റിമീറ്റർ ഇവിടെ കൊടുക്കുക. 30 പ്ലസ് 30 പ്ലസ് 30 പ്ലസ് 30 അല്ലേ. അപ്പൊ ഇങ്ങനെ നോക്കിയേ, ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 30-നെല്ലാം ഒന്നിച്ച് താഴെ താഴെ എഴുതിക്കൂട്ട്. എങ്ങനെയാ? 30 30 60 60 30 90 90 30 120 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1 2 3 4. എത്ര വശമുള്ളത്? 4 വശം അല്ലേ. 1 2 3 4. അപ്പൊ എന്ത് ചെയ്യാം? വശങ്ങളുടെ എണ്ണം കൊണ്ട് ഈ 30-നെ ഗുണിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ എത്ര വശമുണ്ട്? 4 വശം. അപ്പൊ 4 ഗുണിക്കണം 30 അല്ലേ. എല്ലാവർക്കും ഗുണിക്കാൻ അറിയില്ലേ? 4ാം ക്ലാസ്സിലെത്തി. അപ്പൊ എന്ത് ചെയ്യണം? 30-നെ 4 കൊണ്ട് ഗുണിക്കുക. ശ്രദ്ധിച്ചോ, 4 ഗുണിക്കണം 0. എത്രയാണ്? 0. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. ഇതിനൊക്കെ 4 ഗുണിക്കണം 3, 3 ഗുണിക്കണം 4 എത്രയാ? 12 അല്ലേ. അപ്പൊ 120. 30 ഗുണിക്കണം 4 സമം എത്ര കിട്ടി? 120 അല്ലേ. അപ്പൊ ഇവിടെ എഴുതാം 120 സെന്റിമീറ്റർ. 120 നമുക്ക് സെന്റിമീറ്ററിലാണ് ഇവിടെ യൂണിറ്റ് തന്നിട്ടുള്ളത് അല്ലേ. 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 120 സെന്റിമീറ്റർ. ഇങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെയാ? ചിലപ്പം 1 വേർഡ് ക്വസ്റ്റ്യനെല്ലാം തന്നിട്ടുണ്ടെങ്കിലോ ഇങ്ങനെ എഴുതാം. 1 മീറ്റർ 20 സെന്റിമീറ്റർ അല്ലേ. 1 മീറ്ററും 20 സെന്റിമീറ്റർ. എങ്ങനെയാ 1 മീറ്ററും 20 സെന്റിമീറ്ററും? നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ് എന്തെന്ന്? 1 മീറ്റർ അല്ലേ. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ അല്ലേ. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ ഇവിടെ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 120-ൽ നമുക്ക് കിട്ടിയത് 120 ആണ് കിട്ടിയത്. അപ്പൊ 120-ൽ 100 ഉണ്ടല്ലോ, ഒരു 100 ഉണ്ട്. അപ്പൊ 1 മീറ്ററും ബാക്കി എത്ര? 20 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 20 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏതാണ്? ബി ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്തത് എ ക്വസ്റ്റ്യൻ ആണ്. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടൈലിനെ ഒരേപോലുള്ള ചതുരാകൃതിയായ 2 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ്? സിമ്പിൾ ആണ് ഉത്തരം. എന്താ പറഞ്ഞത്? ഒരു ടൈലിനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ആകൃതിയിലുള്ള ടൈലാണ്? സമചതുരാകൃതിയിലുള്ള ടൈലാണ് അല്ലേ? ആ ടൈലിന്റെ എന്താ ഒരേപോലുള്ള ചതുരാകൃതിയായ 2 കഷ്ണങ്ങളാക്കിയാൽ അല്ലെ, ഒരേപോലുള്ള നേരത്തെ ടൈലിനെ തുല്യ നീളത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? കഷ്ണാക്കണം. അപ്പൊ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നേരത്തെ വരച്ച് നമ്മുടെ സമചതുരാകൃതിയായ ടൈലാണ് ഇവിടെ ഉള്ളത്. കണ്ടോ? ഈ ടൈലിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ പകുതിയാക്കുന്നത്. നേരെ എന്ത് ചെയ്തു? പകുതിയാക്കി. അപ്പൊ 2 എന്ത് കിട്ടി? ചതുരം കിട്ടി അല്ലെ? അപ്പൊ ഈ ഒരു ചതുരത്തിന്റെ നീളം എത്രയാണെന്നാ ചോദിക്കുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്കില്ലേ നീളം എത്രയാണ്? ഇത് മൊത്തം എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാ ഇത് മൊത്തം? 30 സെന്റിമീറ്റർ. ഇതും 30 സെന്റിമീറ്റർ ആണ് അല്ലെ? ഈ വശവും 30 സെന്റിമീറ്റർ ആണ്, ഈ വശവും 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്താ? ഒരു സമചതുരാകൃതിയായ ഒരു ടൈലിനെ എന്ത് ചെയ്തു? നടുക്കെ മുറിച്ചു അല്ലെ? മുറിച്ചിട്ട് സെപ്പറേറ്റ് ആക്കി, 2 എണ്ണം വേറെ വേറെ ആക്കി. അപ്പൊ അങ്ങനെ ആക്കി കഴിയുമ്പോൾ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ആകെ എത്രയാണ്? 30 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ അതിന്റെ പകുതി എത്രയായിരിക്കും? 15 ആയിരിക്കും അല്ലെ? 15 കൂട്ടണം 15 30. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? പകുതി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 30നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ? 30നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടും ഒരു 2 2 3 എത്ര 2 ഉണ്ട്? ഒരു 2 ആണുള്ളത്. അപ്പൊ 2 ഇട്ടു. എത്ര കിട്ടി? 1 ഗുണിക്കണം 2 2 3 2 കുറച്ചാൽ എത്രയാ? 1. ഇവിടെ ഒരു 0 ഉണ്ട്. ആ 0 താഴെ ഇട്ടു അല്ലേ? ഇനി 10ൽ എത്ര 2 ഉണ്ട് നോക്കുക. നമുക്കറിയാം 2ന്റെ ഗുണിതം നോക്കിയാൽ മതി. എത്രയാ? ഒരു 2 2 2 4 3 2 6 4 2 8 I 2 10 അല്ലേ? I 2 10. 10ന്ന് 10 കുറച്ചാൽ എത്ര? 0. അപ്പൊ എത്രയാണ് ഉത്തരം? 15. അപ്പൊ എത്ര സെന്റിമീറ്റർ ആണ്? 15 സെന്റിമീറ്റർ. സിമ്പിൾ ആണ്. 15 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? തന്ന വശത്തിന്റെ നീളത്തിന്റെ പകുതി എടുത്താൽ മതി അല്ലേ? പറഞ്ഞിട്ടുണ്ട് ഒരേപോലുള്ള ചതുരാകൃതിയായ 2 കഷ്ണമാക്കുന്നത്, ഒരേപോലുള്ള കഷ്ണമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 30ന്റെ പകുതിയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിന്റെ ഒരു വശം എത്രയായിരുന്നു അല്ലേ? 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിന്റെ ഒരു വശം എത്രയായിരിക്കും? അല്ലെങ്കിൽ എത്രയായിരുന്നു? ഇത് ശ്രദ്ധിച്ചേ, നമുക്കറിയാം ഒരു വശത്തിന്റെ നീളം എത്ര? സമചതുരം തന്നിട്ടുണ്ട്. എത്രയാണ് ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത്? 30 സെന്റിമീറ്റർ അല്ലേ? അങ്ങനത്തെ 4 ടൈലുകൾ. അപ്പൊ നോക്കാം, നമുക്ക് 4 ചേർത്ത് വെക്കാം. 1 2 3 4. മനസ്സിലായില്ലേ? 4 ടൈലുകൾ ഉണ്ട്. 1 2 3 4. ഏതാകൃതിയാന്ന് പറഞ്ഞിട്ടുണ്ട്? സമചതുരാകൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു വശത്തിന്റെ ഒരു ടൈലിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 30 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഇതും 30 ആണ്, ഇതും 30 ആണ് അല്ലേ? അതുപോലെ തന്നെ ഇതും 30 ആണ്, ഈ സൈഡും 30 ആണ്, ഈ സൈഡും 30 ആണ്, ഈ സൈഡും 30 ആണ് അല്ലേ? ഈ ടൈലിന്റെ ഈ വശം ഇത്, ഈ ടൈലിന്റെ ഈ വശം ഇത്. അല്ലെങ്കിൽ ഈ ടൈലിന്റെ ഈ വശം ഇത് 30 ആണ്, ഇതും 30 ആണ് അല്ലേ? അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? എന്നാ ക്വസ്റ്റ്യൻ നോക്കിയേ. 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിന്റെ ഒരു വശം എത്രയാണ് അല്ലേ? നമ്മൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചു. അപ്പൊ അതിന്റെ ഒരു വശം എത്രയായിരിക്കൂലേ? ഇതല്ലേ വലിയ ടൈലായില്ലേ? കണ്ടോ, ഇതൊരു വലിയ ടൈലായി, വലിയൊരു സമചതുരാകൃതിയിലുള്ള ഒരു ടൈലായി മാറി. അപ്പൊ ഇതിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം നോക്കിയേ. 30 കൂട്ടണം 30 എത്ര കിട്ടും? 60 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? 30 കൂട്ടണം 30. ഇതാണ് ഇതിന്റെ വലിയ വശം. ഇതൊരു ടൈല്, ഇതൊരു ടൈല്. ഈ 2 ടൈലിന്റെ വശം ഒന്നായിട്ട് എടുത്തു. അപ്പൊ എത്ര കിട്ടി? 60. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 30 കൂട്ടണം 30 സമം 60 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതൊരു സമചതുരാകൃതിയായ ഒരു ടൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 4 അടുപ്പിച്ചിട്ടാകുമ്പോൾ ഒരു വലിയൊരു
സമചതുരം കിട്ടും. അപ്പൊ ആ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കണ്ടാൽ മതി. നമുക്കറിയാം ഒരു ഒരു ടൈലിന്റെ നീളം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. അങ്ങനത്തെ 4 നമ്മൾ അടുപ്പിച്ച് വെച്ചു. അപ്പൊ നോക്കിയേ, ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. അപ്പൊ ഒരു വശം എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? അല്ലെ, 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? നമുക്കറിയാം, നമുക്ക് തന്ന ടൈൽ ഏതാകൃതിയാ? സമചതുരാകൃതിയാണ് അല്ലെ. ഒരു വശത്തെയാണ് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനത്തെ 2 ടൈലുകൾ എന്ത് ചെയ്യാം? ചേർത്ത് വെക്കാം. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായ ടൈലുകൾ അല്ലെ. നോക്കിയേ, ചേർത്ത് വെച്ചു. ഇത് എത്ര കിട്ടും? ഇത് 30 ആണ്, ഇത് 30 ആണ് അല്ലെ. ഇത് 30, ഇത് രണ്ടും തുല്യമല്ലേ. അപ്പൊ ഇതും എത്ര തന്നെയായിരിക്കും? 30 ആയിരിക്കും. ഇത് തുല്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് കിട്ടി. ഇതെന്താ? ഇതൊരു ചതുരമാണ് അല്ലെ. 2 സമചതുരത്തിനെ ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടി? ഒരു ചതുരം കിട്ടി. എന്താ ചതുരത്തിന്റെ പ്രത്യേകത? എതിർ വശങ്ങൾ തുല്യമായിരിക്കും. ഈ വശത്തിന് ഈ വശം തുല്യമായിരിക്കും, ഈ വശത്തിന് ഈ വശം തുല്യമായിരിക്കും. അപ്പൊ ഇതെത്രയായിരിക്കും? നോക്കിയേ, ഇതിന്റെ സൈഡിന്റെ നീളം എത്ര കിട്ടി? നോക്കിയേ, ഇതെത്രയായിരിക്കും? 60 ആയിരിക്കൂലേ. 30 കൂട്ടണം 30, 60. ഇത് 30 തന്നെ അല്ലേ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ചുറ്റളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. ചുറ്റളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എങ്ങനെ ചുറ്റളവ് വേണം നോക്കാം. ചുറ്റളവ് സമം എത്ര വശമുണ്ട്? 4 വശമല്ലേ. നോക്കിയേ, ഈ 2 വശങ്ങൾ തുല്യമാണ്, ഈ 2 വശങ്ങൾ തുല്യമാണ്. അപ്പൊ എങ്ങനെ എഴുതാം? 60 കൂട്ടണം 60 പ്ലസ് 30 കൂട്ടണം 30 അല്ലേ. അതെ, നമുക്ക് എന്ത് ചെയ്യാം? എത്ര ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തം കൂട്ടിയിട്ട് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എത്ര 60കളുണ്ട്? 2 60 അപ്പൊ 2 ഗുണിക്കണം 60 പ്ലസ് എത്ര 30 ഉണ്ട്? 2. അപ്പൊ 2 ഗുണിക്കണം 30. നോക്കിക്കോ, 60 എങ്ങനെ നോക്കിയേ? 60 ഗുണിക്കണം 2 എത്രയാ? 2 ഗുണിക്കണം 0 എത്രയാണ്? 0. 6 ഗുണിക്കണം 2 എത്രയാ? 6 2 12. 2ന്റെ ഗുണനം നോക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടി? 120 കൂട്ടണം 30 ഗുണിക്കണം 2 എത്രയാണ്? 30ന്റെ ഇരട്ടി 60 അല്ലേ. അപ്പൊ 30 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. വേണമെങ്കിൽ ഗുണിച്ച് നോക്കാം. 30 ഗുണിക്കണം 2, 2 ഗുണിക്കണം 0 0, 3 ഗുണിക്കണം 2 6. അപ്പൊ എത്ര കിട്ടി? 60. പിന്നെ കൂട്ടി നോക്കേ, 120 കൂട്ടണം 60 അല്ലേ. ശ്രദ്ധിച്ചോ, 0 കൂട്ടണം 0 0, 6 കൂട്ടണം 2 എത്രയാണ്? 8. ഒരു 1 ഇവിടെ ബാക്കിയുണ്ട്, ആ 1 ഇവിടെ ഇട്ടു. അപ്പൊ എത്ര കിട്ടി? 150 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? 150 സെന്റിമീറ്റർ. ഇത് എങ്ങനെ മീറ്ററിൽ എഴുതുക? നോക്കിയേ, നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ആണ് എത്രയാ? 1 മീറ്റർ. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. ഇവിടെ എത്രയുള്ളത്? 150 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം. നോക്കിയേ, 1 മീറ്റർ 80 സെന്റിമീറ്റർ. മനസ്സിലായോ? 1 മീറ്റർ 80 സെന്റിമീറ്റർ. ചിലപ്പോ മീറ്ററിൽ കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക, അല്ല സെന്റിമീറ്ററിലുള്ള ഉത്തരം ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. മനസ്സിലായില്ലേ? സിമ്പിളാണ്, കുറച്ച് ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിത്രത്തിൽ വലിയ ചതുരത്തെ ഒരേപോലെയുള്ള 2 ചെറിയ സമചതുരങ്ങളും ഒരു ചെറിയ ചതുരവുമായി ഭാഗിച്ചിരിക്കുന്നു. സമചതുരത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ ആണ്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതാ ചതുരാണ് തന്നത്. ആ ചതുരത്തിനെ 2 സമചതുരങ്ങളായി ഭാഗിച്ചു. അപ്പൊ അങ്ങനെ കിട്ടി 2 സമചതുരങ്ങളും ഒരു ചെറിയ ചതുരവും അല്ലേ. അപ്പൊ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? സമചതുരത്തിന്റെ ചുറ്റളവ്. സിമ്പിൾ അല്ലേ? നമുക്കറിയാം സമചതുരത്തിന്റെ വശങ്ങളെല്ലാം തുല്യമായിരിക്കൂലേ. അപ്പൊ ചുറ്റളവ് എന്തായിരിക്കും? ചുറ്റളവ് സമം എന്താ? വശം കൂട്ടണം വശം കൂട്ടണം വശം കൂട്ടണം വശം അല്ലേ. സമചതുരത്തിന്റെ ചുറ്റളവ് സമചതുരത്തിന്റെ ചുറ്റളവ് സമം വശം കൂട്ടണം വശം കൂട്ടണം വശം കൂട്ടണം വശം അല്ലേ. സമചതുരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ സൈഡും ഉണ്ടാകുന്ന തുല്യമാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് 4 വശങ്ങളും കൂട്ടാം. നോക്കി എത്ര കിട്ടും? 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം 8. ഇങ്ങനെ എഴുതണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത്.
1 മാർക്കിനാണ്. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എത്ര വർഷമുണ്ട് സമയോദയത്തിന്? 4 വർഷമല്ലേ. അപ്പൊ 4 കൊണ്ട് ആ 1 വർഷത്തിന്റെ നീളം ഗുണിച്ചാൽ മതി. അപ്പൊ 4 ഗുണിക്കണം 8. മനസ്സിലായില്ലേ? എത്രയാണ്? 1 2 3 4 4 വർഷമുണ്ട്. അപ്പൊ 4 ഗുണിക്കണം 8 എത്രയായിരിക്കും? 32. അപ്പൊ 32 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനക്കണക്കായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. നോക്കിയാൽ കുട്ടികൾ പറയാം, ഒരു സമയോദയത്തിന്റെ വർഷം എത്രയാണ്? 4 വർഷമുണ്ട്. എല്ലാ വർഷവും തുല്യമാണ്. അപ്പൊ 4 1 വർഷത്തിന്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ 4 ഗുണിക്കണം 8 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 32 സെന്റിമീറ്റർ. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2020 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ബിയിലേക്ക് കടക്കാം. ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വീതി എത്ര? ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ അല്ലെ. ഏതാ ചെറിയ ചതുരം? ഇതാണ് ചെറിയ ചതുരം. കണ്ടോ? ഈ ചെറിയ ചതുരത്തിന്റെ എന്താണ് ചുറ്റളവ് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ ആണ്. വീതി എത്ര? അപ്പൊ നിങ്ങൾ ഏതായിരിക്കും? നോക്കിയേ, ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് ഏതാണ്? ഇത് നീളവും ഇതെന്തായിരിക്കും? ഈ സൈഡിനെ പറയുന്നത് വീതിയും. മനസ്സിലായില്ലേ? താഴത്തെ സൈഡിനെ നീളം എന്ന് പറയും, സൈഡിലത്തെ സൈഡിനെ എന്ത് പറയും അല്ലേ? ഈ സൈഡിലുള്ള വശത്തിന് എന്ത് പറയും? വീതി എന്ന് പറയും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ നീളം നമുക്കറിയാം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിച്ചേ. നമുക്കറിയാം ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ് അല്ലെ. ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പൊ ഇതിന്റെ എതിർവശം ഏതായിരിക്കും? ഇതല്ലേ ഇതിന്റെ അളവ് തന്നിട്ടുണ്ട് 8 അല്ലെ. ഈ ചതുരത്തിന് 8, ഈ ചതുരത്തിന് 8 8 കൂട്ടി എത്ര? 16. അപ്പൊ ഈ വശം മൊത്തം എത്രയായിരിക്കും? 16 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? 16 സെന്റിമീറ്റർ. വീതി നമുക്കറിയില്ല, വീതി കണ്ടുപിടിക്കണം. എന്നും കൂടെ തന്നിട്ടുണ്ട്, ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് എഴുതാം? ചുറ്റളവിന്റെ സമവാക്യം എന്താ? നമുക്കറിയാം 2 വീതിയും ഇല്ലെങ്കിൽ 2 നീളവും 2 ഗുണിക്കണം നീളം 2 നീളവും പിന്നെയോ 2 വീതിയും 2 ഗുണിക്കണം വീതി 2 വീതിയും കൂട്ടിയതാണ് എന്താണ്? ചുറ്റളവ് അല്ലേ. ചുറ്റളവ് ഇല്ലെങ്കിൽ ഈ 2 വശം ഈ 2 വശവും ഈ 2 വശവും കൂട്ടിയതാണ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് വരുന്നത്. നോക്കാം, നമുക്ക് നീളം എത്രയാണെന്ന് അറിയാം. എത്രയാണ് നീളം? വേണമെങ്കിൽ എഴുതാം. ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനില് 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. നീളം നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് നീളം എന്ന് പറയുന്നത്? എതിർവശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ വശത്തിന്റെ അതേ നീളമായിരിക്കും ഇത്. അപ്പൊ എത്രയായിരിക്കും? 16 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി നോക്കാം, 2 നീളവും 2 വീതിയും കൂട്ടിയതാണ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ്. അപ്പൊ നോക്ക്, 2 നീളം എത്ര? 2 ഗുണിക്കണം നീളം എന്ന് പറയുന്നത് 16 പ്ലസ് 2 ഗുണിക്കണം വീതി നമുക്കറിയില്ല. അപ്പൊ വീതി അങ്ങനെ എടുത്തു. സമം എത്ര കിട്ടി? 40. ചുറ്റളവ് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇവിടെ നോക്ക്, അപ്പൊ 2 ഗുണിക്കണം 16 എത്രയാ? 32 പ്ലസ് 2 ഗുണിക്കണം വീതി സമം എത്രയാണ്? 40 അല്ലേ. അതെ. ഇനി നോക്ക്, 32 പ്ലസ് 2 ഗുണിക്കണം വീതി ഈക്വൽ ടു 40 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തറിയാം? നിങ്ങൾ അറിയാം എത്രയാണ്? 32 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ചുറ്റളവിൽ നിന്ന് ഈ നീളം കുറച്ചാൽ എന്ത് കിട്ടും? ഈ വീതി കിട്ടും. മനസ്സിലായില്ലേ? ഈ ചുറ്റളവിൽ നിന്ന് ഈ നീളം കുറച്ചാൽ ഈ വീതി കിട്ടും. അപ്പൊ നോക്കാം, എഴുതാം. 2 ഗുണിക്കണം വീതി. ഈ 2 വീതി 2 ഗുണിക്കണം വീതി എന്നുള്ളതുകൊണ്ട് 2 സൈഡ് ഉണ്ട് അല്ലേ. ഓക്കെ, ഈ സൈഡും വീതിയാണ്, ഈ സൈഡും വീതിയാണ്. അതുകൊണ്ട് 2 വശം ഉണ്ടായതുകൊണ്ടാണ് 2 ഗുണിക്കണം വീതി സമം 40ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? നീളം കുറച്ചാൽ മതി അല്ലേ. നീളം കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 40 കുറക്കണം 32 എത്ര? 40 കുറക്കണം 32 8 അല്ലേ. അപ്പൊ 2 വീതിയാണ് 8. അപ്പൊ ഒരു വീതി എത്രയായിരിക്കും? ഒരു വീതി എന്ന് പറയുന്നത് ഈ 8ന്റെ പകുതി ആയിരിക്കും അല്ലേ. 8ന്റെ പകുതി. അപ്പൊ 8 ഹരിക്കണം 2 സമം എത്രയാ? 4 സെന്റിമീറ്റർ. മനസ്സിലായ? എന്താണ് ഒന്നുകൂടി പറയാം. നമുക്കറിയാം ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താ? 2 ഗുണിക്കണം നീളം അല്ലെങ്കിൽ 2 നീളം പ്ലസ് 2 വീതി സമം ചുറ്റളവാണ്. അപ്പോൾ നീളം നമുക്കറിയാം എത്രയാണ്? 16 സെന്റിമീറ്റർ. അപ്പൊ 2 ഗുണിക്കണം 16 പ്ലസ് 2 ഗുണിക്കണം വീതി സമം 40 അല്ലേ. 2 കൂട്ടിയതാണ് നമുക്ക് ഈ 40 കിട്ടല്. ഇനി നോക്കാം, 32 നീളം കിട്ടിയത്.
ഇനി വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 വീതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 40 നിന്ന് 32 കുറച്ചാൽ മതി. അപ്പൊ 2 വീതി സമം 40 32 കുറച്ച് എത്ര കിട്ടി? 8 കിട്ടി. 2 വീതികളാണ് 8 അല്ലേ? ഇതും കൂടിയതാണ് നമുക്ക് 8. ഏതാ നമുക്ക് കണ്ടുപിടിക്കുക? ഈ ചെറിയ ചതുരത്തിന്റെ വീതിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ചതുരത്തിന്റെ ഈ വീതിയും കൂട്ടിയതാണ് എന്തെന്ന് 8 എന്ന് പറയുന്നത്. അപ്പൊ ഒരു വീതി, അപ്പൊ ഇതിന്റെ ഒരു വീതി എത്രയായിരിക്കും? നമുക്കറിയാം 2 വീതിയും തുല്യമാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു വീതി എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ ഇത് 4 4 കൂട്ടിയാൽ എത്ര? 8 അല്ലേ? അപ്പൊ 2 വീതി എന്ന് പറഞ്ഞത് 8 ആണ്. അപ്പൊ ഒരു വീതി എന്ന് പറഞ്ഞത് 8 എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിച്ചാൽ മതി. 8ന്റെ പകുതി എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വലിയ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? അപ്പൊ എന്താ കണ്ടുപിടിക്കുന്നത്? ഈ വലിയ ചതുരത്തിന്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടോ? വലിയ ചതുരത്തിന്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ചെറിയ ചതുരത്തിന്റെ എന്ത് കണ്ടുപിടിച്ചു? വീതി കണ്ടുപിടിച്ചു അല്ലെ? ഇനി എന്ത് കണ്ടുപിടിക്കുന്നത്? വലിയ ചതുരത്തിന്റെ ചുറ്റളവ്. നമുക്കറിയാം, നോക്കിയേ, ഈ വലിയ ചതുരത്തിന്റെ ഈ വശം എത്രയാണ്? 16 സെന്റിമീറ്റർ അല്ലെ? ഈ വശവും 16 സെന്റിമീറ്റർ തന്നെ. ഇനി നോക്കിയേ, നമുക്കറിയാം തന്ന സമചതുരത്തിന്റെ വീടിന് വീഴ്ത്തേക്കുള്ള വശം എത്രയാണ് തന്നിട്ടുണ്ട്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ വീടിന് വീഴ്ത്തേക്ക് എത്രയായിരിക്കും? 8 ആയിരിക്കൂലേ? സമചതുരമാണ്. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഇതൊരു സമചതുരല്ലേ? ഇതൊരു സമചതുരമാണ്. അപ്പൊ വീടിന് വീഴ്ത്തേക്ക് 8 ആണെങ്കിൽ വീടിന് വീഴ്ത്തേക്ക് എത്ര തന്നെയായിരിക്കും? 8 ആയിരിക്കും അല്ലെ? അപ്പൊ വീതി കിട്ടിയില്ലേ? ഈ ചെറിയ ചതുരത്തിന്റെ വീതി നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് വീതി. അപ്പൊ ഈ വശം നമ്മൾ മൊത്തത്തിലായിരിക്കും 8 കൂട്ടണം 4 എത്രയാണ്? 12 അല്ലേ? ഇതും 8 സെന്റിമീറ്റർ. ഈ സൈഡ് എത്ര വരുന്നത്? എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ ഈ മൊത്തം വശം ഈ വീട്ടിലേക്കുള്ള വശം എത്രയായിരിക്കും? 12 ആയിരിക്കും. മനസ്സിലായില്ലേ? 8 കൂട്ടണം 4. നമുക്കിതറിയാം, ഇത് എത്രയാണ്? 16 സെന്റിമീറ്റർ. അപ്പോ നീളവും കിട്ടി, വീതിയും കിട്ടി. ഇനി ചുറ്റളവ് കണ്ടുപിടിച്ചൂടെ? ചുറ്റളവ് കണ്ടുപിടിക്കാം. ചുറ്റളവ് സമം എന്താണ്? 2 ഗുണിക്കണം നീളം പ്ലസ് 2 ഗുണിക്കണം വീതി. എന്തുകൊണ്ടായി 2 ഗുണിക്കണം നീളം 2 ഗുണിക്കണം വീതി നടക്കുന്ന? മനസ്സിലായില്ലേ? 2 നീളവും 2 വീതിയും ഉണ്ട് അല്ലെ? ഒരു ചതുരത്തിന് 2 വശങ്ങളില്ലേ? അപ്പൊ 2 നീളമുണ്ട്, ഇവിടെ നീളമുണ്ട്, ഇവിടെ നീളമുണ്ട്, ഇവിടെ ഒരു വീതിയുണ്ട്, ഇവിടെ ഒരു വീതിയുണ്ട്. അതുകൊണ്ടാണ് 2 നീളവും 2 വീതിയും തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇതിന്റെ മൊത്തം ചുറ്റളവ് കിട്ടും. ഇനി നോക്കാം, നീളം എത്രയാണ്? 16 സെന്റിമീറ്റർ. വേണമെങ്കിൽ ഇവിടെ എഴുതാം. നീളം സമം എത്ര ഉണ്ട്? നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 16 സെന്റിമീറ്റർ. അതുപോലെ തന്നെ വീതിയോ? വീതി സമം എത്രയാണ്? 8 കൂട്ടണം 4 12 സെന്റിമീറ്റർ. വലിയ ചതുരാണ്, വലിയ ചതുരത്തിന്റെ കാര്യമാണ് പറയുന്നത്. 12 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെ കാണാൻ നോക്കിയേ? 2 ഗുണിക്കണം 16 പ്ലസ് 2 ഗുണിക്കണം എത്രയാ? 12. നോക്കിയേ, 2 ഗുണിക്കണം 16 എത്രയാ? വേണം ഗുണിച്ചു നോക്കിക്കോ. 16 ഗുണിക്കണം 2 6 2 12 1 ശിഷ്ടം 1 2 2 2 1 3 32. അതുപോലെ തന്നെ 2 ഗുണിക്കണം 12 2 ഗുണിക്കണം 12 പറഞ്ഞാൽ 24 അല്ലേ? 12ന്റെ ഇരട്ടി 24. നോക്കാം, 32 കൂട്ടണം 24 എത്ര? കൂട്ടി നോക്ക്. 4 2 6 2 5 എത്ര കിട്ടി? 56 സെന്റിമീറ്റർ. കണ്ടോ? ഉത്തരം സിമ്പിൾ ആണ്. ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് LSS മുന്നേറണമെങ്കിൽ കുറച്ച് കഠിനാധ്വാനം ചെയ്യണം. നന്ദി, നമസ്കാരം.